ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് UDFനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി RSP മുന്നൊരുക്കങ്ങൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി കുടവൂർ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ വൈരമല ബ്രാഞ്ച് സമ്മേളനം നടന്നു. RSP മുൻ മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം RSP ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചെമ്പഴന്തി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം പുലിയൂർ ചന്ദ്രൻ, RSP കുടവൂർ ലോക്കൽ സെക്രട്ടറി ആലിൻമൂട്ടിൽ അലിയാരുകുഞ്ഞ്, RYF വർക്കല ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി ഡോക്ടർ ശരത് ചന്ദ്രൻ, RSP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി അംഗം കല്ലമ്പലം സെയ്ഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുക. RSPയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു പോകാതിരിക്കുവാൻ നിവർത്തിയില്ല. ആര് ഭരിക്കുന്നു എന്നതിനേക്കാൾ ആർക്ക് വേണ്ടി എങ്ങനെ ഭരിക്കുന്നു എന്ന് നോക്കിക്കാണുന്ന ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണ് RSP. മാർക്സിസം ലെനിനിസം അടിസ്ഥാന തത്വത്തിൽ ഊന്നിക്കൊണ്ട് അതിൻ്റെ സത്തയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ കേരള പിറവിക്ക് ശേഷം UDFിലും LDFിലും മന്ത്രിമാരായിരിക്കെ കാൽക്കാശിൻ്റെ അഴിമതി ആരോപണം ഇന്ന് വരെ ഉന്നയിക്കുവാൻ പോലും കഴിയാത്ത ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന ക്ഷേമ പദ്ധതികളെല്ലാം നടപ്പാക്കിയത് RSPയുടെ മന്ത്രിമാരാണ്. K. പങ്കജാക്ഷൻ തൊഴിലുവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കിയത്, കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കിയത്, കശവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കിയത്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കിയത്, എന്തിനു പറയുന്നു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കിയത്. നിർമ്മാണ തൊഴിലാളി കേരളത്തിനകത്ത ഏറ്റവും വലിയൊരു ബോർഡായിരുന്നു, ക്ഷേമനിധി ബോർഡായിരുന്നു. കോടിക്കണക്കിന് ആസ്തിയുള്ള, അതായത് ആ ബോർഡിൽ അംഗമായിരുന്ന, ആ ക്ഷേമനിധിയിൽ അംഗമായിരുന്ന തൊഴിലാളികൾക്ക്, നിർമ്മാണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും അതിൽ അംഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ധനസഹായം, കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ധനസഹായം, അവരുടെ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടന്നാൽ അതിനുള്ള ധനസഹായം, ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആസ്തി ഉണ്ടായിരുന്ന ഒരു ബോർഡാക്കി മാറ്റുവാൻ അതിന് സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന, തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സർക്കാർ, ഇന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഗവൺമെൻറ് കോവിഡിൻ്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് വരുന്ന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്തിയെ കടമെടുത്തു. ഇന്ന് ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് 13 വർഷക്കാലമായി ആ മേഖലയിൽ പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് ഇരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും പട്ടാണെങ്കിൽ RSP ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് നിന്നപ്പോൾ, ഇടതു മുന്നണിക്കകത്ത് നിന്നപ്പോൾ ജനവിരുദ്ധ നയങ്ങൾ എവിടെ വരുന്നോ ആദ്യം മുന്നണിക്കകത്ത് പറയും ഇതരുത്, ഇത് തൊഴിലാളി വിരുദ്ധ പ്രസ്ഥാനമാണ്, ഇത് ഇടതുപക്ഷത്തിന് ചേരുന്നതല്ല. പക്ഷേ അത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പുറത്തു പറയുകയും ഭരിക്കുന്ന സർക്കാരിനെതിരെ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ഭരിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട്, അത് നടപ്പാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു സംസാരത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്നുവരെ കാൽക്കാശിൻ്റെ അഴിമതി ആരോപണം ഉന്നയിക്കുവാൻ കഴിയാത്ത നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം ഏകദേശം 7-8 വർഷക്കാലമായി ഒരു MLAയോ ഭരണമോ ഇല്ലാതെ ഇന്ത്യക്കകത്ത് UDFിനകത്ത് മൂന്നാമത്തെ കക്ഷിയായി തന്നെ നിലനിൽക്കുവാൻ ഈ RSPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പ്രസ്ഥാനത്തിനകത്തുള്ള സഖാക്കളുടെ ഈ പ്രസ്ഥാനത്തിനോടുള്ള വിശ്വാസം, ആ വിശ്വാസം സംരക്ഷിച്ചെടുക്കുവാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-8.5 വർഷമായി ഭരിക്കുന്ന, നമുക്കറിയാമല്ലോ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ളൊരു മുഖ്യമന്ത്രിയുടെ കീഴിലാണ്.
അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. ഒന്നിപ്പോൾ ജോലി ചെയ്ത് സർക്കാർ ജീവനക്കാരുൾപ്പെടെയുള്ള ജോലി ചെയ്ത് പ്രതിമാസം അല്ലെങ്കിൽ ദിവസം ശമ്പളം മേടിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ സങ്കല്പം. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നാവായിക്കുളത്തു നിന്നും സ്ട്രേറ്റ് ഫോർവേഡ്.